പിണറായി സർക്കാരിന്റെ വ്യാവസായിക വിരുദ്ധ നയങ്ങൾ മൂലം കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ തൊഴിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതായി BMS. വ്യവസായ മേഖലയിലെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും സംസ്ഥാന സർക്കാർ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്നും BMS സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു. കഞ്ചിക്കോട് മസ്തൂർ ഭവനിൽ വെച്ച് നടന്ന BPL ടെലികോം യൂണിറ്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് വോട്ടിന് വേണ്ടി ഇലക്ഷന്റെ സമയത്തെങ്ങാനും നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ വന്ന് വിളിച്ച് കുടുംബങ്ങളെ വോട്ടിന് വേണ്ടി വിളിച്ച് നിർത്തി പറയുക എന്നുപരി ഒരു ട്രേഡ് യൂണിയനും കുടുംബസംഗമം നടത്തിയ ചരിത്രം ഇല്ല. അപൂർവം എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾക്കോ എന്തെങ്കിലും വേണ്ടി മാത്രം കുടുംബസംഗമം നടത്താറുണ്ട്. പക്ഷെ ഭാരതീയ വസ്തു സംഘം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിശ്ചയിച്ചു നമ്മളുടെ കുടുംബാംഗങ്ങളിൽ കുടുംബസംഗമം നടത്തണം. അതൊരു രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല. ഭാരതീയ വസ്തു സംഘം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഭാരതീയ ജനതാ പാർട്ടിയിലും ഒരു സാമ്യമൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിശിതമായി നമ്മൾ നരേന്ദ്രമോദി സർക്കാരെ വിമർശിക്കാറുണ്ട്. നരേന്ദ്രമോദി സർക്കാർ അതിനെ സമരം ചെയ്യാറുണ്ട്. സാധാരണ തൊഴിലാളികൾക്ക് വിരുദ്ധമായി, സമൂഹത്തിന് വിരുദ്ധമായി ആര് പുറപ്പെട്ടാലും ഏത് കൊടിയുടെ നിറമുള്ള ആളുകള് തൊഴിലാളി വിരുദ്ധ പ്രസ്താവന നടത്തിയാലോ അവർക്കെതിരെ നീങ്ങിയാലോ അതിനെതിരെ പോരാടുക എന്നതാണ് BMSന്റെ ചുമതല. യുവതലമുറയെ സ്വാധീനിച്ചിരിക്കുന്ന ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ R. രമേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിരമിച്ച സഹപ്രവർത്തകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. P. പ്രതിഭ അധ്യക്ഷത വഹിച്ചു. P. K. രവീന്ദ്രനാഥ്, R. ഹരിദാസ്, P. രമേഷ്, P. വിജയരാജ്, A. ഗ്രേസി എന്നിവർ സംസാരിച്ചു.